ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചില പ്രത്യേക സ്വഭാവമുള്ള ചില ആൾക്കാരെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ പല റോളുകൾ വഹിക്കുന്ന ആളുകളായിരിക്കും. ചിലർ നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവും, ചിലർ ഫ്രണ്ട്സ് ആവും, ചിലർ നിങ്ങളുടെ ബോയ് ഫ്രണ്ട് ആയിരിക്കും, ഗേൾ ഫ്രണ്ട് ആയിരിക്കും, നിങ്ങളുടെ ഫാമിലിയിലുള്ളവരായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവരിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് പാലിക്കുക, കഴിയുമെങ്കിൽ അവരെ ലൈഫിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഈ പറയുന്ന സ്വഭാവമുള്ള ആളുകളെ നിങ്ങളൊരു അകലത്തിൽ നിർത്തിയില്ലെങ്കിൽ ഒരുപക്ഷെ ഇന്നല്ലെങ്കിൽ നാളെ അവർ നിങ്ങളുടെ ലൈഫിന് ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ട്രോമ തരാൻ ചാൻസ് ഉണ്ട്. സോ ഇവർ നിങ്ങളുടെ ജീവിതത്തിൽ ഏതു തരം പദവി വഹിക്കുന്ന ആൾക്കാരാണെങ്കിലും അവരെ ഒഴിവാക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അവരെ ഒരു അകലത്തിലെങ്കിലും നിർത്താൻ ശ്രമിക്കുക. അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ നോട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കഴിയുമെങ്കിൽ ഇത് വേണ്ടപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോയിൽ പറയുന്ന ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്നത്, അതായത് കാര്യകാരണങ്ങളൊന്നുമില്ലാതെ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവരിൽ നിന്ന് കഴിവൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. സാധിക്കുമെങ്കിൽ അവരെ അങ്ങ് ഒഴിവാക്കുക. നിങ്ങളുടെ ഭാഗത്ത് പ്രത്യേകിച്ച് യാതൊരു പ്രശ്നങ്ങളുമില്ല, പക്ഷേ ചുമ്മാ വെറുതെ നിങ്ങളെ അങ്ങ് ഒഴിവാക്കുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അയാളെ നോട്ട് ചെയ്തോളുക. അയാളിൽ നിന്നും പരമാവധി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. സാധിക്കുമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ അയാളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. ഇനി രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്നത്, ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം നിങ്ങളെ സമീപിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവരെയും നിങ്ങൾ ഒഴിവാക്കുക. ഓപ്പണായിട്ട് സ്വന്തം ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി മാത്രം നിങ്ങളെ സമീപിക്കുന്ന ആളുകൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവരാരായാലും ശരി, അവരിൽ നിന്നും പരമാവധി ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. മൂന്നാമത്തേത്, ഒന്നിലധികം തവണ നിങ്ങളെ ചതിച്ചിട്ടുള്ള, ചീറ്റ് ചെയ്തിട്ടുള്ള വ്യക്തികൾ, അത് ചെറിയ കാര്യത്തിനും ആയിക്കോട്ടെ വലിയ കാര്യത്തിനും ആയിക്കോട്ടെ, അങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവരെയും നിങ്ങൾ ഡിസ്റ്റൻസിൽ നിർത്തുക, അല്ലെങ്കിൽ അവരെയും നിങ്ങൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക. ഒന്നിലധികമോ തവണ നിങ്ങളെ ചതിച്ച വ്യക്തികൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിലും നിങ്ങളെ ചതിക്കാനുള്ള ഒരു പ്രേരണ തീർച്ചയായിട്ടും ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഒരു തവണയെങ്കിലും അങ്ങനെ ഒരു അറ്റംപ്റ്റ് അവരുടെ ഭാഗത്തു നിന്ന് നേരിട്ടായിട്ട് നിങ്ങൾക്ക് അനുഭവം ഉണ്ടെങ്കിൽ അവരിൽ നിന്നും തീർച്ചയായിട്ടും ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക. അവർ ചെയ്ത ചതിക്ക് അവരോട് ക്ഷമിക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. പക്ഷേ അങ്ങനത്തെ വ്യക്തികളിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരകലം പാലിച്ചിരിക്കണം. അതുപോലെ മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങളെ പരിഹാസ്യരാക്കുന്ന, നിങ്ങളൊരു കോമാളിയാക്കുന്ന, മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങളെ കളിയാക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ അവരെയും നിങ്ങൾ ലൈഫിൽ നിന്നും ഒഴിവാക്കുക. ഒരുപക്ഷെ നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ റോള് വഹിക്കുന്ന വ്യക്തിയായിരിക്കാം അത്. ഒരു ഫാമിലി മെമ്പർ ആയിരിക്കാം, ഒരു ഫ്രണ്ട് ആയിരിക്കാം, ബെസ്റ്റ് ഫ്രണ്ട് ആയിരിക്കാം, ഒരു ബോയ് ഫ്രണ്ട് ആയിരിക്കാം, ഗേൾ ഫ്രണ്ട് ആയിരിക്കാം. ആരാണെങ്കിലും അവരെ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തികൾ, ഇത്തരത്തിലുള്ള വ്യക്തികൾ എല്ലാവരുടെയും ജീവിതത്തിൽ കാണും. ഇങ്ങനെയുള്ള വ്യക്തികൾ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിൽ അവരെ ഒന്നെങ്കിൽ നിങ്ങൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഒരകലം പാലിക്കണം. അപ്പോൾ വീഡിയോയുടെ ജസ്റ്റ് ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ മറ്റൊരു ടോപ്പിക്കായിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വിഷയത്തെപ്പറ്റി അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ താഴെ അറിയിക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെ ഗുഡ് ബൈ.